ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഒരു കാലത്ത് നിങ്ങളുടെ ജീവിതത്തിലെ മിക്ക കാര്യങ്ങളും നിങ്ങൾ പല വ്യക്തികളോടും തുറന്നു പറഞ്ഞതായിട്ട് കാണാം. നിങ്ങളുടെ വിജയങ്ങൾ കാണാനും നിങ്ങൾ മുന്നേറുന്നത് കാണാനും എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്നും അവർക്കൊക്കെ സന്തോഷമായിരിക്കുമെന്നും നിങ്ങൾ കരുതി. നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്ലാൻസും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ നേട്ടങ്ങളും എല്ലാം തന്നെ ഈ വ്യക്തികളുമായിട്ട് നിങ്ങൾ തുറന്ന് പങ്കുവച്ചിരുന്നു. അവരോടെല്ലാം തുറന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ കരുതിയത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികളെല്ലാവരും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരോടെല്ലാം എല്ലാം ഓപ്പണായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അതിനെന്താ പ്രശ്നം, ആ ഒരു രീതിയിലൊക്കെയായിരുന്നു നിങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ കാലം പതിയെ ഒരു സത്യം നിങ്ങളെ പഠിപ്പിച്ചതായിട്ട് കാണാം. അതായത് എല്ലാവരുടെയും ഉദ്ദേശം നല്ലതായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എല്ലാം എല്ലാവരോടും പറയാത്തത്. പല വ്യക്തികളും അത് നിങ്ങളുടെ അഹങ്കാരമായിട്ടാണ് കാണുന്നത്. എന്നാൽ അത് അഹങ്കാരമല്ല, നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ കേട്ടത്, നിങ്ങൾ പറഞ്ഞപ്പോൾ അതെല്ലാം ശ്രദ്ധയോടെ കേട്ടത് ഒരിക്കലും നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് കൊണ്ടോ ആയിരുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾ, എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാന് എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമായിരുന്നു. കാരണം അവർ രഹസ്യമായിട്ട് നിങ്ങളുമായിട്ട് മത്സരിക്കുകയായിരുന്നു. പല സാഹചര്യങ്ങളിലൂടെയും പല അനുഭവങ്ങളിലൂടെയും നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള തുറന്ന പറച്ചിലുകൾ നിങ്ങൾ നിർത്തിയതായിട്ട് കാണാം. നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചവരോട് നിങ്ങൾ സ്വയം വിശദീകരിക്കുന്നത് നിർത്തിയതായിട്ട് കാണുന്നു. ശരിക്കും അവർ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങളെ ജഡ്ജ് ചെയ്യുകയാണ്, നിങ്ങൾ അങ്ങനെയാണ് എന്ന്. അങ്ങനെയുള്ളവരോട് നിങ്ങൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ആരോട് പറയുന്നു, എന്ത് പറയുന്നു, എത്രമാത്രം പറയണം എന്നുള്ളതാണ്. ഇതൊരിക്കലും ആരെയും പേടിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടുമല്ല. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങളുടെ സമാധാനത്തിന് വില നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ പലരും ഈ ഒരു തുറന്ന പുസ്തകമായിരുന്ന ആ ഒരു രീതി മാറ്റിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ചിലർ ഇപ്പോഴും പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ ലൈഫ് എല്ലാവർക്കും തുറന്ന പുസ്തകമാക്കേണ്ടതില്ല. നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും ഓരോ നീക്കവും എല്ലാവരും അറിയിക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ നിശബ്ദമായിട്ട് മുന്നോട്ട് പോകാനും നിങ്ങളുടെ പ്ലാൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാനും നിങ്ങളിൽ പലരും പഠിച്ചതായിട്ട് കാണുന്നു. ഇവിടെ കാണുന്ന ഒരു എനർജി ഒരു പുതിയ എനർജിയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ എനർജി വന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവരും അറിയേണ്ടതില്ല. ഞാൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് കണ്ടിട്ട് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുത്തതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ ആ ഒരു രീതിയിൽ ആക്കിയതായിട്ടാണ് കാണുന്നത്. ചില അനുഗ്രഹങ്ങൾ നിശബ്ദമായിട്ട് ആസ്വദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു വലിയ പാഠം നിങ്ങൾ പഠിച്ചു. ഒരിക്കൽ ശ്രദ്ധയും അംഗീകാരവും ഒക്കെ നിങ്ങൾക്ക് പ്രധാനമായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രൈവസിക്കാണ് കൂടുതൽ വില നൽകുന്നത്. നിങ്ങളുടെ സന്തോഷം എല്ലാവരോടും നിങ്ങളത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എല്ലാവരെയും കാണിച്ച് ഓരോന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നവരല്ല നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന പല വ്യക്തികളും. നിങ്ങളുടെ ഓരോ സ്റ്റെപ്സും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുകയോ ഒന്നും വേണ്ട. നിശബ്ദമായിട്ട് നിങ്ങൾ വളരുക, നിശബ്ദമായിട്ട് വിജയിക്കുക, നിശബ്ദമായിട്ട് അനുഗ്രഹങ്ങൾ ആസ്വദിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഏറ്റവും പ്രസൻറ്റ് എനർജി ആയിട്ട്, അതായത് കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിശബ്ദമായിട്ട് ഇരിക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ അതൊന്നും ആരോടും പറയാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും വേണ്ടത് പ്രൈവസിയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് വെക്കുക. കാരണം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന പല വ്യക്തികളുടെയും എനർജി നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല. അസൂയയുടെ
അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണുന്നത്. എനിക്ക് ഇവിടെ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, നിങ്ങളിൽ പലരുടെയും ആ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഷിഫ്റ്റ് സംഭവിച്ച് വന്ന ആ ഒരു പുതിയ വേർഷൻ, ആ ഒരു പുതിയ നിങ്ങളിൽ ഒരു പ്രത്യേക സമാധാനമുള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ അറിഞ്ഞു. അത് നിങ്ങളുടെ വിജയം കണ്ടിട്ടായിരിക്കാം, നിങ്ങളിലെ മാറ്റം കണ്ടിട്ടായിരിക്കാം, എന്തു തന്നെയായാലും അങ്ങനെ അറിഞ്ഞു. പക്ഷേ എല്ലാവരും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ, അത് മതി. നിങ്ങൾ ആ ഒരു അനുഗ്രഹം ആസ്വദിക്കുന്നുണ്ടല്ലോ, അത് മതി. അത്രയാണ് വേണ്ടത്. നിങ്ങൾ ഇപ്പോഴും മുൻപത്തേക്കാൾ ഒരുപാട് സമാധാനത്തിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സന്തോഷത്തോട് ചില ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നിങ്ങളിൽ പലരും ഇതിനകം ശ്രദ്ധിക്കാൻ തുടങ്ങിയതായിട്ട് എനിക്ക് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കുമ്പോൾ ചിലരുടെ എനർജി പെട്ടെന്ന് മാറുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. അതായത് നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നതിന് പകരം അവർ ആ ഒരു കാര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നോ അകന്നു നിൽക്കുകയോ അല്ലെങ്കിൽ അവരിൽ തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നതോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. ആദ്യം നിങ്ങൾ അവർക്കായിട്ട് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം പറഞ്ഞു കാണും. അതായത് ഒരുപക്ഷെ അവരുടെ ദിവസം നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ അവരങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ ചില കാര്യങ്ങൾ എപ്പോഴും ആവർത്തിക്കുമ്പോൾ അതിനെ വെറും ഒരു യാദൃശ്ചികമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, അല്ലേ? നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ചിലർ കൂടുതൽ സന്തോഷിക്കുന്നതും എന്നാൽ നിങ്ങളുടെ വിജയത്തിൽ മൗനം പാലിക്കുന്നതും നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. അവിടെയാണ് നിങ്ങളിൽ പലരുടെയും ആ ഒരു കാഴ്ചപ്പാട് മാറിയത്. അതായത് ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരുടെ എനർജിയാണ് സത്യം പറയുന്നത്, ആരാണ് ആത്മാർത്ഥതയുള്ളത്, ആരാണ് വെറുതെ എൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. കാരണം ഒരു വ്യക്തി മുഖത്ത് നോക്കി കള്ളം പറഞ്ഞാലും അവരുടെ എനർജി ഒരിക്കലും കള്ളം പറയില്ല. അത് നമുക്കറിയാൻ സാധിക്കും, അല്ലേ? ചില വ്യക്തികൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ വിമർശനങ്ങളാക്കും, മറ്റുള്ളവരോട് വിമർശിക്കും. ഇതെന്തിനാണ് ഇത്രയൊക്കെ, അല്ലെങ്കിൽ അത് അവരുടെ ഒരു ഗോസിപ്പാക്കും, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനും തമാശ പറയാനും ഒരു കാരണമാക്കും. ചിലർ നിങ്ങളുടെ പ്ലാൻസ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കെതിരായിട്ട് അവയെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇടം കൊടുക്കരുത്. നിങ്ങളുടെ വളർച്ച നിങ്ങൾ തന്നെ ആഘോഷിക്കൂ. അതിനായിട്ട് നിങ്ങൾക്കൊരു ഓഡിയൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ വിജയങ്ങൾ ഇനി മറ്റുള്ളവർക്ക് കാണിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ കാണാനുള്ളതല്ല. അത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ്. നിങ്ങൾ എന്താണ് കെട്ടിപ്പടുക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിയേണ്ടതില്ല. നിങ്ങൾ ആ ഉയർത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ ഫലം വരുമല്ലോ. ആ ഒരു ഫലം നിങ്ങൾക്കായിട്ട് അവരോട് സംസാരിക്കട്ടെ. അതല്ലേ ഏറ്റവും നല്ലത്. കാരണം ഈ പ്രൈവസി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു സമ്മാനം കൂടി നിങ്ങൾക്ക് നൽകും. അത് നിങ്ങളുടെ മനസ്സമാധാനമാണ്. ഇനി നിങ്ങളുടെ ഓരോ തീരുമാനത്തെയും ചോദ്യം ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരില്ല. ഓരോ തീരുമാനവും അതിനെ എതിർക്കാനായിട്ട് ആരും വരില്ല. നിങ്ങളുടെ വാക്കുകൾ ആരെങ്കിലും വളച്ചൊടിക്കുമോ എന്ന ആ ഒരു ആശങ്കയും വേണ്ട. അതുകൊണ്ട് ആ ഒരു പ്രൈവസി, ആ ഒരു കാര്യം പ്രൈവറ്റാക്കി തന്നെ വയ്ക്കുക. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നിശബ്ദമായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ വളരുക, നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പദ്ധതികൾ അറിയുന്ന ആളുകൾ കുറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന അഭിപ്രായങ്ങളും കുറയും. അതുകൊണ്ടാണ് നിങ്ങളുടെ മൗനം ഇപ്പോൾ ഒരു സംരക്ഷണമായിട്ട് നിങ്ങളുടെ ചുറ്റും ആ ഒരു എനർജി നിൽക്കുന്നത്. ഇനി ആരെങ്കിലും ചോദിച്ചു എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ആ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയേണ്ടതുമില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ പല ആൾക്കാരുടെയും വാക്കുകളിൽ വിശ്വസിച്ചിരുന്നു, പക്ഷേ പ്രവർത്തികളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വാക്കുകളിലെ വിശ്വാസത്തേക്കാൾ പ്രവൃത്തിയിലെ വിശ്വാസം, അവരുടെ എനർജിയിൽ വരുന്ന വിശ്വാസം ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, പ്രവൃത്തികളിൽ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി, വാക്കുകളിലല്ല. ആളുകളുടെ വാക്കുകളേക്കാൾ അവരുടെ പ്രവൃത്തിയിലും അതുപോലെ സ്ഥിരതയിലും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലുള്ള ഈ ഒരു മാറ്റത്തെ
അവർ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നവർക്ക് ഇപ്പോഴും വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. ഇവർക്ക് എന്താണിപ്പോൾ പറ്റിയത്, എന്തുകൊണ്ട് ഇവർ ഇത്രയും നിശബ്ദമായത്, ഈ ഒരു രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ അപ്ഡേറ്റ്സും, നിങ്ങളുടെ ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നവർക്ക് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഊഹിക്കേണ്ട ഒരു ഗതികേടാണ്. അതായത് നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തെക്കാൾ കൂടുതൽ കൗതുകം ഇപ്പോൾ നിങ്ങളുടെ നിശബ്ദത ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരും നിങ്ങളെ പിന്തുണയ്ക്കുന്നവരല്ലെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില വ്യക്തികൾ നിങ്ങളെ പിന്തുണയ്ക്കാനല്ല, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനല്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, ഇനി നിങ്ങളുടെ പദ്ധതികൾ എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനെ നശിപ്പിക്കാനോ അതിനെ നെഗറ്റീവ് ആക്കാനോ ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും എനർജി മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ലതല്ല. ഇപ്പോഴും പൂർത്തിയാകാത്ത ചില സ്വപ്നങ്ങളില്ലേ നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ അത് സക്സസ് ആകണം എന്നുദ്ദേശിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആരോടും നിങ്ങൾ പറയേണ്ടതില്ല. അനുഗ്രഹം ലഭിക്കുന്നതിന് മുൻപ് അത് നിങ്ങൾ ആരോടും പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചില വലിയ ലക്ഷ്യങ്ങൾ ആരും അറിയാതെ തന്നെ യാഥാർത്ഥ്യമാകേണ്ടതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ചിലത് പൊതുശ്രദ്ധയിൽ നിന്നും അകന്നു നിൽക്കേണ്ടതുമാണ്. എങ്കിൽ മാത്രമേ അത് ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുകയുള്ളൂ, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കുകയുള്ളൂ. നിങ്ങൾ ഇപ്പോഴും കൂടുതൽ ശ്രദ്ധയുള്ളവരായിട്ടും ലക്ഷ്യബോധമുള്ളവരായിട്ടും ഒക്കെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് നടക്കുന്നതെന്ന് ഊഹിക്കാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാം പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കേണ്ടതല്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ സമാധാനം അവിടെ കെട്ടുപോവുകയുള്ളൂ. മുൻപുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരിക്കൽ ചിലർ നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന തോന്നലിൽ ആക്കിയിട്ടുണ്ടാകാം. നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെച്ചു, പക്ഷേ അവർ വലിയ പ്രതികരണം കാണിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവരതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകാം, പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം. അവരുടെ മൗനം പോലും നിങ്ങൾക്ക് അവഗണനയായിട്ട് തോന്നിയിട്ടുണ്ടാകാം. കാരണം നിങ്ങൾ അവർക്ക് അത്രയേറെ വില നൽകിയത് കൊണ്ടായിരിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതലായിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതം തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വയം വിശദീകരിക്കുന്നത് നിർത്തിയപ്പോൾ, അതായത് ചില വ്യക്തികളെക്കുറിച്ച് അവരങ്ങനെ ആയിരിക്കില്ല ചിന്തിച്ചത്, ഈ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ വിശദീകരിക്കുന്നത് നിർത്തിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള അവരുടെ ആ ഒരു ആക്സസ് കുറയുകയാണ് ചെയ്തത്. അതോടെ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ആരാണ് നിങ്ങളെ വെറുതെ സപ്പോർട്ടൊന്നും ചെയ്യാതെ വെറുതെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ബാക്കിൽ കുറ്റം പറയുന്നതെന്നും എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടുണ്ടാവാം. ഇനി ലഭിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ ആ ഒരു മാറ്റം നടക്കേണ്ടത് പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. ഇനി നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്ര എല്ലാവരും മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത പ്ലാൻസ്, നിങ്ങൾ എന്താണ് എടുക്കാൻ പോകുന്നത്, അത് എല്ലാവരിൽ നിന്നും അതിനായിട്ട് അപ്രൂവൽ വാങ്ങേണ്ട ആവശ്യവുമില്ല. ഈ ഒരു പ്രൈവസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്വകാര്യത എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റപ്പെടലല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ പ്രവേശിപ്പിക്കണം, അല്ലെങ്കിൽ ആരോട് എത്രമാത്രം പങ്കുവെക്കണം എന്നത് നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇന്നത്തെ ടോട്ടൽ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവയൊന്നും തന്നെ നിങ്ങൾ ആരോടും പറയാതിരിക്കുക. ആ ഒരു രീതിയിലുള്ള എനർജീസാണ് ഇവിടെ ലഭിക്കുന്നത്. നിശബ്ദരായിരിക്കുക. നിശബ്ദത നിങ്ങൾക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കും. ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ നിമിഷത്തേക്ക് നിങ്ങൾക്ക് സന്തോഷം കിട്ടിയേക്കാം. പക്ഷേ നിങ്ങൾ സന്തോഷിക്കുന്നത് പോലെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയും സന്തോഷിക്കുന്നെങ്കിൽ നല്ലത്. പക്ഷേ അങ്ങനെ അല്ലെങ്കിലോ?
അത് കൂടുതൽ നിങ്ങളെ ബാധിക്കും, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ബാധിക്കും. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.